പുറത്തെറിഞ്ചിക്കിട്ടേ ഉലകം പുരിഞ്ചിക്കിട്ടേ കൺമണി. ഹലോ. അനസേ പറയണേ. സുഖമാണോ? സുഖം. എന്താ പരിപാടി? നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അപ്പൊ അതിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷനിൽ ഇരിക്കും. നിനക്ക് വേറെ ജോലി ഒന്നുമില്ല, ചുമ്മാ ഇന്റർവ്യൂ. വേറെ ജോലിയൊന്നും ഇല്ലാത്തോണ്ടല്ലേ ഇന്റർവ്യൂവിന് പോകുന്നേ. വേറെ ആരുടെയും കാലിനിടയ്ക്ക് പോയി കിടന്ന് ജോലി ഉണ്ട് വല്ല കാര്യമുണ്ടോ? എന്തെങ്കിലും ഒരു ജോലി വേണ്ടേടാ. നമുക്ക് സ്വന്തമായിട്ട് വല്ല ബിസിനസ് വല്ലതും തുടങ്ങിയിട്ട്. ബിസിനസ്സാ? നമുക്ക് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാം. എന്ത് ബിസിനസ്? ബിസിനസ് ആണോ ഇല്ലാത്ത എന്തോരം ബിസിനസ്. അതിന് പൈസയൊക്കെ വേണ്ടേടേ. പൈസക്കാണോ ബുദ്ധിമുട്ട്? അതിപ്പോ എന്തോരം നമുക്ക് ലോണ് കാര്യങ്ങളൊക്കെ കിട്ടും. ആദ്യം നിന്നൊക്കെ എടുത്ത് നമുക്ക് ബിസിനസ് തുടങ്ങിക്കും. ലോൺ കിട്ടും, എന്നാലും ഞാനിങ്ങനെ ഒരു പ്ലാൻ ചെയ്തോണ്ടിരിക്കാം. നീ വേണേ കുടിക്കും എന്റെ കൂടെ. എന്ത് പ്ലാൻ? ഞാനിങ്ങനെ ഒരു കോഴി ബിസിനസ്, അതായത് കോഴി ഫാം തുടങ്ങാൻ വേണ്ടിട്ടുള്ള പ്ലാനില്ല. കോഴി ഫാമാ? അതിലൊക്കെ വല്ല ലാഭം ഉണ്ടാ? ഭയങ്കര വരുമാനമല്ലേ. എന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവന് മാസം ഇപ്പം 4 ലക്ഷം 5 ലക്ഷം രൂപയാ. 5 ലക്ഷം രൂപയെ? പിന്നെ അത്രയൊക്കെ വരുമാനമുണ്ട്. ഇന്റർവ്യൂ ഒക്കെ പോകാൻ പറയണ, വേറെ ജോലിയില്ല. ഇതിന് കഷ്ടപ്പെട്ട് കാല് പിടിച്ചൊക്കെ ജോലി മേടിച്ച് പിന്നെ അവരുടെ തെറിവിളിയും കേട്ട് വല്ല ആവശ്യമുണ്ട്. നമുക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാം. അല്ലെങ്കിലും അടിമപ്പണി എനിക്ക് ഇഷ്ടമല്ലയാ. അല്ല, എന്റെ മനസ്സിൽ ഇങ്ങനെ എന്തെങ്കിലും ബിസിനസ് ചെയ്യണമെന്നാണ്. നമുക്കിപ്പം കോഴി ഫാം തുടങ്ങാടാ. അല്ല, ലോണൊക്കെ കിട്ടുമല്ലേ? ലോണൊക്കെ ഇപ്പൊ കിട്ടും, അതൊക്കെ നമുക്ക് റെഡിയാക്കാം. നീ അവരെ വിളിച്ചു പറയാം, നാളെ തരത്തില്ലെന്ന് അത്രേ ഉള്ളൂ. ഞാൻ അവരെ വിളിക്കാം. ഓക്കെ. A few moments later. വിളിച്ചോ? ആടെയാ, ഞാൻ അവരെ വിളിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു ബിസിനസ് തുടങ്ങാനാണ് പ്ലാൻ, നിങ്ങളുടെ അടിമപ്പണി നമുക്ക് വേണ്ടെന്നൊക്കെ ഞാൻ വെച്ച് കഴിച്ചു. പറഞ്ഞു നീ അവരെ? അപ്പൊ തെറി പോലെയൊക്കെ വിളിച്ചു. എടാ, ഈ കോഴി ബിസിനസ്, ഈ കോഴി ഫാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പക്ഷിപ്പനി പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് പക്ഷിപ്പനി ഉണ്ട്. അപ്പം അതൊക്കെ കാരണം ഭയങ്കര നഷ്ടം സംഭവിക്കുന്ന ഒരു ബിസിനസ്സാ. അല്ല, നിന്റെ കൂട്ടുകാരന് ലാഭം കിട്ടിയെന്ന്? അത് കൂട്ടുകാരൻ, അവന് 3 ലക്ഷം രൂപ കിട്ടുന്നൊക്കെ പറഞ്ഞു. അത് അവനും ഭയങ്കര നഷ്ടത്തിലായിപ്പോ. അത് ആദ്യം കിട്ടിക്കൊണ്ടിരുന്നായിരുന്നു, ഇപ്പം ഭയങ്കര നഷ്ടത്തിൽ. ഇപ്പൊ അവൻ അതിന്റെ ഇരട്ടി നഷ്ടമാണ്. പക്ഷിപ്പനി കാര്യങ്ങളൊക്കെ വരുമ്പോണ്ടല്ലോ ഭയങ്കര നഷ്ടം. ധൈര്യാണ്ടാ, പക്ഷിപ്പനി വന്ന ഭയങ്കര പ്രശ്നമാണ്. ഈ കോഴി താറാവൊക്കെ മൊത്തത്തിൽ നഷ്ടമാവും. നമുക്ക് വേറെ എന്തെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് നോക്കാം. ഞാനേ ഒന്നുകൂടെ ആലോചിച്ചിട്ട് കറക്റ്റ് ആയിട്ട് പറയാം. ഓക്കെ. അല്ലടാ, ഞാൻ അവരെ വിളിച്ച് ചീത്ത പറഞ്ഞ് നാളെ ഇന്റർവ്യൂ. ഞാൻ പിന്നെ വിളിക്കാം. എനിക്കൊരു കോൾ വരുന്നുണ്ടേ. ശരിയാണ്. ഹലോ. സംഭവം ഏറ്റു. അയ്യോ, 9 മണിക്കല്ലേ? ഞാൻ എത്തിക്കോളാം സാർ. ഓക്കെ സാർ. നാളത്തെ ഇന്റർവ്യൂവിന് അനസുമുണ്ട്. അവന്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോ എനിക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അവനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. എന്താ ഒരു വഴി? മണ്ടൻ. എന്നിട്ട് ഇവനൊക്കെയാ ജോലി കൊടുക്കാൻ പോകുന്ന കമ്പനി, എക്സ്പീരിയൻസ് ഉണ്ടെന്നും പറഞ്ഞു. കഥ ഇനി അവസാനിച്ചിട്ടില്ല. ഈ ക്ലൈമാക്സിന് ഒരു ടൈലന്റ് കൂടി ഉണ്ടായിരുന്നു. ബ്രിട്ടോൾ എക്സ്പോർട്സ് അല്ലേ? നാളെ ഇന്റർവ്യൂവിന് വരാനിരിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ടാവും. ആ ജോലി എനിക്ക് വേണ്ട. അതെ, ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും എല്ലാം എനിക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ആ ജോലി എനിക്ക് വേണ്ട. മാസം 50,000 രൂപ സാലറിയോ? മിസ്റ്റർ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മാസം 3, 4, 5 ലക്ഷം രൂപ കിട്ടുന്ന ഒരു ബിസിനസ് ചെയ്താൽ എന്താ എനിക്ക് പൊളിക്കും. ഞാനും എന്റെ സുഹൃത്തായ യജോയും കൂടി. യജോ ചെറിയാൻ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു, വെളുക്കാൻ തേച്ചത് കാണ്ടായി. കണ്ടറിയാത്തവൻ കൊണ്ടറിഞ്ഞേ താൻ കുഴിച്ച കുഴിയിൽ താൻ വീണേ.